ശൈത്താന്മാരെ അള്ളാഹു ബന്ധിപ്പിച്ചു. ഒരു ശത്രു നമ്മളെ കൂടെയുണ്ട്, ശൈത്താനെക്കാളും വലിയ ശത്രുവാണത്. അതാണ് ഹവൻ നഫ്സ്. അതിനെ കീഴ്പ്പെടുത്താനുള്ള മാർഗമാണ് അള്ളാഹു നൽകിയ നോമ്പ്. അതിനെ കീഴ്പ്പെടുത്താനുള്ള മാർഗമാണ് അള്ളാഹു നൽകിയ തറാവീഹ്. അതിനെ കീഴ്പ്പെടുത്താനുള്ള മാർഗമാണ് അള്ളാഹു നൽകിയ അത്തായത്തിന്റെ ഇസ്തിഗ്ഫാർ. അത്തായം കഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് കിട്ടിയാല് ഒരു 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അസ്തഗ്ഫിറുല്ലാഹൽ അദീം ഈ ദിവസങ്ങളിലൊന്നും ചൊല്ലി ഇസ്തിഗ്ഫാർ പോലെയാകൂല. റമളാനു ശരീഫിലെ ദുആ വലിയ ഉത്തരം കിട്ടുന്ന ദുആയാണ്. അതിനേറ്റവും ശ്രേഷ്ഠമായ സമയമാണ് അത്തായ സമയം. എന്താണ് മുഅ്മിൻ ചൊല്ലുന്നത്? അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അല്ലാഹുവേ, ഞാൻ കുറവുള്ളവനാണ്, ഒരു നിലക്കും നിന്റെ മുന്നിൽ പറയാനോ എനിക്ക് കഴിവില്ല. നീ അലീമാണ്, നീ വലിയവനാണ്, ബഹുമാനമുള്ളവനാണ്. ഞാൻ ഏറ്റവും ചെറിയവനാണ്, സാധുവാണ്. നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു. വൈകല്യങ്ങൾക്ക് കണക്കില്ല. കരുതി കൂട്ടി ചെയ്തതും ധാരാളമുണ്ട്, ബോധപൂർവം ചെയ്തതും ധാരാളമുണ്ട്. ചെയ്യരുത് എന്ന് 100 വട്ടം അറിഞ്ഞിട്ടും പിന്നെയും ചെയ്തിട്ടുണ്ട്. എല്ലാറ്റിനും ഒരു കേണപേക്ഷ. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. ആ നല്ല നേരത്തൊരു 10 ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ ഏറ്റവും അധികം റമളാനിൽ ചൊല്ലുന്നത് ഇസ്തിഗ്ഫാറാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അല്ലാഹുവിന്റെ മുന്നിൽ വെക്കുന്നത്, അല്ലാഹുവേ, ഒന്നുമില്ലെങ്കിലും നിന്നെ വിശ്വസിച്ച ആളാണ് ഞാൻ. അതാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈമാന് മുന്നിൽ വെച്ച് നിന്നോട് ചോദിക്കുന്നു, അസ്തഗ്ഫിറുല്ലാഹ്, ഞാനൊരു മുഅ്മിനായതുകൊണ്ട്, മുസ്ലിമായതുകൊണ്ട് എനിക്ക് പൊറുക്കണേ അല്ലാ. എനിക്ക് പൊറുത്തു കിട്ടിയാൽ പിന്നെ എനിക്ക് ആവശ്യമുള്ളത് നിന്റെ സ്വർഗലോകമാണ്. അസ്അലുക്കൽ ജന്ന, നിന്നോട് ഞാൻ സ്വർഗം ചോദിക്കുന്നു. പക്ഷേ പലർക്കും നീ നരകത്തിൽ പ്രവേശിച്ച ശേഷമാണ് സ്വർഗം കൊടുക്കുന്നത്. അങ്ങനെയാകരുത്. വഅഊദു ബിക മിനന്നാർ, നരകത്തിൽ നിന്ന് പൂർണ്ണമായും കാവല് ചോദിക്കുന്നു. അതിനെ ടച്ച് ചെയ്യാതെ, സ്പർശിക്കാതെ എനിക്ക് സ്വർഗം തരണേ അല്ലാ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ,